നമുക്കിന്നൊരു മുദ്ദയുടെ റെസിപ്പി ആയാലോ? അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാമേ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് റാഗി ഫ്ലോർ ചേർക്കാണ്, അതായത് നമ്മുടെ റാഗിപ്പൊടി. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാമേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് റാഗി എന്ന് മാത്രമല്ല പഞ്ഞിപ്പുല്ലെന്നും പറയാറുണ്ട്. എന്നിട്ട് നമുക്ക് റാഗി പൗഡർ എടുത്ത അതേ കപ്പിൽ ഒരു 1/4 കപ്പ് വെള്ളം എടുക്കാവേ. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന റാഗി പൗഡറിൽ നിന്ന് 2 സ്പൂൺ പൗഡർ കപ്പിലെ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി എടുക്കാമേ. കട്ട് കെട്ടാതെ പൗഡർ നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാമേ. ഇനി മുദ്ദ ഉണ്ടാക്കാനായിട്ട് നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാമേ. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന റാഗിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇൻഡക്ഷൻ ഓൺ ചെയ്ത് ഹൈയിൽ വെച്ച് കൊടുക്കാമേ. ആ റാഗിപ്പൊടി എടുത്തിരിക്കുന്ന അതേ കപ്പിന്റെ അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതില് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാമേ. ഒപ്പം 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണേ. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം അനക്കാതെ വെക്കാമേ. ഇത് നന്നായി തിളച്ചു വരണേ. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്കി റാഗി പൗഡർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമേ. പൗഡർ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇളക്കാൻ നിൽക്കേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യാമേ. വെള്ളം തിളച്ച് ആ പൊടിയിലേക്ക് എല്ലാം ഒന്ന് സ്പ്രെഡ് ആയിക്കോളുമേ. മുദ്ദ ഇളക്കി എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ടിയുള്ളൊരു തടിത്തവിയുടെ അടിഭാഗമാണ്. വീട്ടിൽ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന റോളർ കൊണ്ടോ അല്ലെങ്കിൽ കപ്പ വേവിക്കുമ്പോൾ കുഴയ്ക്കാൻ എടുക്കുന്ന തടി കൊണ്ടോ നമുക്കിത് ഇളക്കി എടുക്കാമേ. ഇനി നമുക്ക് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാമേ. അങ്ങനെ ഇളക്കി നമ്മൾ ചേർത്ത റാഗി പൗഡർ എല്ലാം ഒന്ന് നനഞ്ഞ് ഒന്ന് കുറുകി വരണേ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഇളക്കി എടുക്കാമേ. ആരോഗ്യമുള്ള ആരെങ്കിലും ഇത് ഇളക്കുന്ന കേട്ടോ നല്ലത്, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പിടിക്കുവേ. ഇനി നമുക്ക് ഇൻഡക്ഷൻ ഓഫ് ചെയ്തിട്ട് ഇളക്കിയെടുക്കാമേ. അങ്ങനെ നന്നായിട്ട് ഇളകി ഏകദേശം ഈ പരുവാവണേ. ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് കയ്യിലെടുത്ത് നന്നായിട്ട് ഉരുട്ടി മുദ്ദയുടെ ഷേപ്പിലേക്ക് ആക്കാമേ. അങ്ങനെ നമ്മുടെ മുദ്ദ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്ത അളവിലാണെങ്കിൽ നമുക്ക് 3 മുദ്ദ വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ചിക്കൻ കറിയുടെയോ കടലക്കറിയുടെയോ മുട്ടക്കറിയുടെയോ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാമേ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. മുദ്ദയ്ക്ക് രുചി അധികം ഇല്ലെങ്കിലും ഗുണം ഒരുപാടാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ.